ബംഗ്ലാദേശ് സർക്കാർ ജയിലിൽ അടച്ച ഇസ്കോൺ പുരോഹിതൻ ചിന്മോയ് കൃഷ്ണപ്രഭു മരണം വരെ നിരാഹാരം ആരംഭിച്ചു. ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിനായിരുന്നു ഇസ്കോൺ ആചാര്യനെ ധാക്കയിൽ അറസ്റ്റ് ചെയ്തത്. ചിന്മോയ് കൃഷ്ണപ്രഭുവിന് നേരെ നടക്കുന്ന നീതി നിഷേധത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബംഗ്ലാദേശിലാണ് ഇത്തരത്തിൽ ഹിന്ദു വംശഹത്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഹൈന്ദവ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഇസ്കോൺ പുരോഹിതനായിട്ടുള്ള ചിന്മോയ് കൃഷ്ണപ്രഭു അറസ്റ്റിലാകുന്നത്. എന്തായാലും ഈ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശിൻ്റെ ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ മരണം വരെ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വിരുദ്ധ കലാപം ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനും പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതിനുമാണ് ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശിൽ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. തുടർന്ന് ജയിലിൽ നിന്ന് ജാമ്യം നേടുന്നതിനുള്ള നിയമ വഴികൾ നോക്കിയെങ്കിലും നീതിന്യായ വ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് നീതിന്യായ വ്യവസ്ഥകൾ അട്ടിമറിച്ചുകൊണ്ടാണ് ചിന്മോയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹിന്ദു ആചാര്യന്മാരെയും ഒപ്പം ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ശബ്ദമുയർത്തിയവരെയും ബംഗ്ലാദേശ് ഭരണകൂടം നേരിടുന്നത്. അകാരണമായി കാലങ്ങളോളം ജയിലിൽ വെക്കുകയും ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന, ജയിലിൽ വെച്ച് മാനസികമായി പീഡിപ്പിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പരസ്യമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഹിന്ദു വിരുദ്ധ നിലപാടുകളും നടപടികളും തുടരുകയാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസൃതമായുള്ള നിയമ വ്യവഹാരം നടക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസ് ജയിലിനകത്ത് മരണം വരെ നിരാഹാരം ആരംഭിച്ചിട്ടുള്ളത്. ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ചിന്മോയ് കൃഷ്ണദാസ് ജയിലിൽ മരണം വരെ നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ നീതി നിഷേധത്തിനെതിരെയാണ് ഇത്തരത്തിൽ ജയിലിനകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ചിന്മോയ് കൃഷ്ണദാസിനെതിരെ, ഹിന്ദു ആചാര്യന്മാർക്കെതിരെയുള്ള ഈ അനീതിക്കെതിരെ മുഴുവൻ ലോകരാഷ്ട്രങ്ങളും ശബ്ദമുയർത്തണമെന്നും മരണം വരെ ഈ ഒരു വ്യവസ്ഥയിൽ, ഇല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെയോ അല്ലെങ്കിൽ മരണം വരെയോ ചിന്മോയ് കൃഷ്ണദാസ് ജയിലിനകത്ത് നിരാഹാര സമരം തുടരും എന്നുള്ളതുമാണ് ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നേരത്തെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്ന പ്രതിഷേധമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് ഹിന്ദു വിരുദ്ധ കലാപമായി ഹിന്ദുക്കൾക്ക് നേരെ, ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ, പാഴ്സിക്ക് നേരെ, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ബംഗ്ലാദേശിലെ സമൂഹങ്ങൾക്ക് നേരെയും അതിക്രൂരമായ അതിക്രമങ്ങൾ അരങ്ങേറിയത്. അതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചതിനാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ ധാക്കയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട ചിന്മോയ് കൃഷ്ണദാസിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനിരുന്ന അഭിഭാഷകനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി അതിക്രൂരമായി ആക്രമിച്ചിരുന്നു. അയാൾ ദിവസങ്ങളോളം ICUവിൽ കിടന്നിരുന്നു. അത്തരത്തിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിക്രൂരമായ ഹിന്ദു വംശഹത്യയും ന്യൂനപക്ഷ വേട്ടയും ബംഗ്ലാദേശിൽ നടന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു സമീപനമായിരുന്നു ബംഗ്ലാദേശ് പോലീസ് സ്വീകരിച്ചത്. ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശ് പോലീസും സൈന്യവും പുതിയ ഇടക്കാല ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് കഴിഞ്ഞ വർഷം ഏകദേശം ജൂൺ മുതൽ ഡിസംബർ വരെ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ ഈ കൂട്ടക്കുരുതിയിൽ, ഹിന്ദു വംശഹത്യയിൽ അത്തരത്തിൽ മതപരമായി യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല. സാധാരണഗതിയിലെ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. മതപരമായ വിവേചനമോ ഹിന്ദു വംശഹത്യയോ ന്യൂനപക്ഷ വേട്ടയോ നടന്നിട്ടില്ല എന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് ബംഗ്ലാദേശ് പോലീസും സൈന്യവും ഭരണകൂടത്തിന് നൽകിയിരുന്നു. അത്തരത്തിൽ തുടർച്ചയായി ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ജയിലിനകത്ത് ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസ് മരണം വരെ നിരാഹാരം തുടരുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടിപ്പോൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഈ അനീതിക്കെതിരെ മുഴുവൻ ലോകരാജ്യങ്ങളും ശബ്ദമുയർത്തണമെന്ന ആഹ്വാനമാണ് ഇസ്കോൺ നടത്തിയിട്ടുള്ളത്. അവിടെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം, തൊഴിൽ സംവരണം ഏർപ്പെടുത്തിയതിന് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ഒരു സമരം ആരംഭിക്കുകയും വിദ്യാർത്ഥികളുടെ സമരം ആരംഭിക്കുകയും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയും അത്തരത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു സർക്കാരിനെതിരെയുള്ള കലാപം, പ്രതിഷേധം. അതിന്റെ മറവിൽ തീവ്രമായ ഹിന്ദു വിരുദ്ധ കലാപമാക്കിയത് മാറ്റുകയും ആരാധനാലയങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും നിരവധി ഹിന്ദുവിനെയും പാഴ്സിനെയും ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ശബ്ദമുയർത്തിയതിനാണ് ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ജയിലിൽ അടച്ചിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് കഴിഞ്ഞ വർഷം അറസ്റ്റിലായ
ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണപ്രഭുവാണ് അവിടെ നിരാഹാര സമരം ആരംഭിച്ചത്. രാജ്യത്ത് നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ സമരം ആരംഭിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.